ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 6 വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ തിരുനാൾ. 1842 ഏപ്രിൽ 2-ാം തീയതി ഇറ്റലിയിൽ റീസ എന്ന സ്ഥലത്ത് ചാൾസ് ബ്രിജിത്ത ദമ്പതികൾക്ക് ഡൊമിനിക് ജനിച്ചു. ചെറുപ്പത്തിലെ അവൻ പ്രഭാത ജപം, രാത്രി ജപം, ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾ, ത്രികാല ജപം എന്നിവ കൃത്യമായി ചെയ്തിരുന്നു. 7-ാമത്തെ വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ച ശേഷം അവൻ ഒരു പ്രതിജ്ഞയെടുത്തു. ഞാൻ അടുക്കൽ കുമ്പസാരിക്കും. കുമ്പസാരക്കാരൻ അനുവദിക്കുന്നതിനനുസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും. കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. ഈശോയും മറിയവും എൻ്റെ സ്നേഹിതരായിരിക്കും. പാപത്തേക്കാൾ മരണം ഭേദം. 1854 ഡൊമിനിക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ടൂറിനിലുള്ള ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയിൽ ചേർന്നു. അവിടെ അവൻ ഡോൺ ബോസ്കോയുടെ കണ്ണിലുണ്ണിയായി അക്കൊല്ലമാണ് ദൈവമാതാവിൻ്റെ അമലോത്ഭം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അന്നത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞതും ഡൊമിനിക് ഉരുവിട്ടു. ഓ മറിയമേ, എൻ്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു, അത് എന്നും നിന്റേതായി സൂക്ഷിക്കണമേ. ഈശോ മറിയമേ, എൻ്റെ സ്നേഹിതരായിരിക്കണമേ. പരിശുദ്ധനായ ബാലൻ ലോകത്തിൽ അധികം ജീവിക്കാൻ ദൈവം തിരുമനസ്സായില്ല. ഓറട്ടറിയിൽ വന്നപ്പോൾ ക്ഷീണിതനായിരുന്ന ഡൊമിനിക് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ക്ഷീണിതനായി. ഡോൺ ബോസ്കോയുടെ സ്നേഹിതനായ ഡോക്ടർ വല്ലൂരിയുടെ നിർദ്ദേശപ്രകാരം സ്വഭവനത്തിലെത്തിയ ഡൊമിനിക് അവിടെ മരണത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. 1857 മാർച്ച് 9-ാം തീയതി ഡൊമിനിക് സാവിയോ മരിച്ചു. 1954 ജൂൺ 12-ാം തീയതി 2-ാം പിയൂസ് മാർപ്പാപ്പ ഈ 15-കാരനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. വിശുദ്ധ ഡൊമിനിക് സാവിയോ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.